തന്റെ ഇടം, ധീരത, ആർജവം, ഇതിനേക്കാൾ 1000 മടങ്ങ് ധൈര്യവും തന്റെ ഇടവും വിജയേട്ടനെ പോലുള്ളതിൽ പ്രകടിപ്പിച്ചതിന്റെ ഒരു അനന്തരഫലമാണ് ഞാനെന്നുള്ള MD. ഓരോ കാര്യങ്ങളും സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ, ഓഹരി ഉടമകളുമായി സമ്മതിക്കേണ്ട ഘട്ടം വരുമ്പോൾ, കൂടുതൽ മൂലധനം സ്വരൂപിക്കേണ്ടി വരുമ്പോൾ, ജീവനക്കാരെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ, ഡിപ്പാർട്ട്മെന്റിലുള്ള കാര്യങ്ങൾ നോക്കേണ്ടി വരുമ്പോൾ, കൈരളി TV സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്ന, അത് ക്രോഡീകരിക്കുന്ന, ഏകോപിപ്പിക്കുന്ന കാര്യത്തിൽ എന്തിനേറെ ഈ കമ്പനിയുടെ സമസ്ത തലങ്ങളിലും ഈ ഒരു ആർജവത്തിന്റെ, കാരുണ്യത്തിന്റെ, മഹാമനസ്കതയുടെ ഒരു സ്പർശമുണ്ടായി. ആ ഒരു സ്പർശം ഇല്ലായിരുന്നെങ്കിൽ ഒരു വിധത്ത് വാടിപ്പോകുന്ന ഒരു നിസാര ചെടിയുടെ രൂപത്തിൽ ഞാൻ മാറുമായിരുന്നു. ഐസക് ന്യൂട്ടന്റെ വളരെ പ്രസിദ്ധമായൊരു വരി, എന്റെ മുമ്പുണ്ടായിരുന്നവരുടെ തോളിൽ ചവിട്ടിയാണ് ഞാൻ ദൂരക്കാഴ്ച കണ്ടത്. ജീവിതത്തിന്റെ സമസ്ത തലവും കണ്ട, സ്പർശിച്ച വിജയേട്ടനെ പോലുള്ള പ്രൊമോട്ടർമാരുടെ തോളിൽ ചവിട്ടിക്കൊണ്ടാണ് കൈരളിയുടെ തലപ്പത്തിരുന്ന് കൈരളിക്കൊരു ദൂരക്കാഴ്ച ഞാൻ കണ്ടത്. അത് ഞാൻ കണ്ട കാഴ്ചയല്ല, അവർ കണ്ട കാഴ്ചയാണ്. അവർ പ്രദാനം ചെയ്ത ഒരു പീഠമാണ്, അവർ പ്രദാനം ചെയ്ത ഒരു തലമാണ്. ഈ നാടകം ഇന്നിവിടെ പൂർണ്ണമാണ്. താൻ പറഞ്ഞ കാര്യങ്ങളിൽ കള്ളമുണ്ടോ എന്ന് സംശയിക്കുന്ന കഥാനായകൻ താൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. തുടർന്ന് കാണും. പറഞ്ഞെല്ലാം സാധാരണ ഞാൻ അഭിമുഖം ചെയ്യുന്ന സമയത്ത് ഞാൻ എന്റെ മുമ്പിരിക്കുന്ന കള്ളം പറയരുതെന്ന് പറഞ്ഞാലും കള്ളം പറഞ്ഞ വയ്ക്കാം. സിനിമയും കള്ളം പറഞ്ഞു പറഞ്ഞ പൂർണ്ണ സത്യം.